നമ്മുടെ രാജ്യത്തിന് ഒരു നേട്ടമുണ്ടായിരിക്കുന്നു. എന്താണ് ആ നേട്ടമെന്നല്ലേ? അതായത് മോദി ഭരണത്തിൽ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിലുണ്ടായത് വൻ വർധന. ലോകത്ത് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം സുഹൃത്തുക്കളെ, ലോക പട്ടിണി സൂചികയിൽ ഏറ്റവും അവസാന സ്ഥാനങ്ങളിലാണ് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എത്തി നിൽക്കുന്നത് ഈ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഈ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായ വളർച്ചയെന്ന് പറയുന്നത് അത്ഭുതകരമാണ്. 70-ൽ നിന്ന് 284 ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. അംബാനിയാണ് ഏറ്റവും വലിയ കാശുകാരൻ, അതിനുശേഷം പിന്നെ അദാനിയും മറ്റാളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമ്പത്ത് മുഴുവൻ കേവലം 2-3% വരുന്ന മനുഷ്യരിലേക്ക് കേന്ദ്രീകരിക്കുന്നു. മറുഭാഗത്ത് ഇപ്പോഴും കോടിക്കണക്കിന് മനുഷ്യർ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഴിയുന്ന മഹാരാജ്യം എന്ന അസന്തുലിതാവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അത് പരിഹരിക്കാനുള്ള ഒരു ഭാവനാസമ്പന്നമായ നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. പകരം കോർപ്പറേറ്റുകൾക്ക് സഹായങ്ങൾ നൽകുന്ന നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം. നോക്കാം ആ കണക്കുകൾ എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നതെന്ന്. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ലോകത്ത് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 284 ശതകോടീശ്വരന്മാരാണ് ഇന്ന് ഈ രാജ്യത്തുള്ളത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് കേവലം മനുഷ്യരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന വലിയൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഒരു വശത്ത് ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടുമ്പോൾ മറുവശത്ത് പട്ടിണി സൂചികയിൽ ഏറ്റവും അവസാന സ്ഥാനങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന ദരിദ്രനാരായണന്മാരുടെ നാട് കൂടിയാണ് ഈ രാജ്യം. യെസ്, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മോദി സർക്കാർ ഭരണത്തിലേറിയതിനു പിന്നാലെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയിലും അതോടൊപ്പം വിവിധ മേഖലകളിലും വലിയ പ്രതിസന്ധികളും നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രാജ്യത്തെ അതിസമ്പന്നരുടെ കണക്കുകൾ വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ തോതിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഹുറൂൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ശേഷം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും 70 മാത്രമായിരുന്ന നേരത്തെ 70 ആളുകൾ മാത്രമായിരുന്ന ഈ കണക്ക് വലിയ സംഖ്യയായി ഉയർന്നിരിക്കുന്നു. അതായത് 280 പേർ ഇത്തരത്തിൽ രാജ്യത്ത് അതിസമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ മേഖലകളിൽ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് ഇത്തരത്തിൽ കോടീശ്വരന്മാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമ്പന്നരുടെ കണക്കുകൾ ഉയർന്നു വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും മോദി സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം വിവിധ മേഖലകൾ ഇതിനോടകം തന്നെ വലിയ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കോർപ്പറേറ്റുകൾക്ക് വലിയ രീതിയിൽ വളർച്ചയുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെയും വിവിധ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളിലും നമ്മളത് വ്യക്തമായി കണ്ടത് തന്നെയാണ്. വിവിധ മേഖലകളും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സമീപനമാണ് മോദി സർക്കാരിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും അദാനി അംബാനി കൂട്ടുകെട്ടുകളൊക്കെ നമുക്കറിയാം. ഇവരുടെയും ഈ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഉയർച്ചയുണ്ടായിരിക്കുന്നു. പ്രധാനമായും ഈ അംബാനിയുടെയൊക്കെ തന്നെയും സാമ്പത്തിക വളർച്ചയിൽ ഈ വർഷത്തിനിടെ, അതായത് 10 വർഷത്തിനിടയിൽ 13% അധികം വളർച്ചയുണ്ടായിരിക്കുന്നു. നമുക്കറിയാം രാജ്യത്തെ വിവിധ പദ്ധതികളൊക്കെ തന്നെയും ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് പിന്നാലെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെ ഒരു ഫലം എന്ന് തന്നെയാണ് ഇതൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. അതേസമയം രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള കോടിക്കണക്കിന് പാവപ്പെട്ട ആളുകൾ പട്ടിണി അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതേ സമയത്താണ് ഇത്തരത്തിൽ ശതകോടീശ്വരന്മാരുടെ കണക്കുകൾ വലിയ തോതിൽ രാജ്യത്ത് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. എന്തായാലും വിവിധ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ ഇപ്പോൾ സമ്പന്നരുടെ കണക്കുകളിൽ 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതും ഈ കണക്കിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം പ്രധാനമായിട്ടും UK, ജർമ്മനി പോലെയുള്ള വലിയ സാമ്പത്തിക രാജ്യങ്ങളെയൊക്കെ തന്നെയും കിടപിടിക്കുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യയിലെ കോർപ്പറേറ്റ് വിഭാഗങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള
എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. എന്തായാലും ഈ BJP ഭരണത്തിന് ശേഷം ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് വലിയ രീതിയിൽ ലാഭമുണ്ടാക്കുകയും അതേസമയം രാജ്യത്തെ വിവിധ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട സാധാരണക്കാർ ജനങ്ങൾ വീണ്ടും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ തന്നെയും ഒരു നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ എന്തെങ്കിലും തരത്തിലൊരു വളർച്ച കൊണ്ടുവരാനോ ആവശ്യമായിട്ടുള്ള നടപടികളൊന്നും ഇതുവരെയും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ BJP ഭരണത്തിലുള്ള മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള സർക്കാരുകളൊന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാം ഇത്തരത്തിൽ കർഷകർ വലിയ രീതിയിൽ പ്രയാസം അനുഭവപ്പെടുന്നു. അതുപോലെ മറ്റു മേഖലകളിലുള്ള നിരവധി ആളുകൾ വലിയ രീതിയിൽ പ്രയാസമിടുമ്പോഴാണ് ഇത്തരത്തിൽ വൻകിട കോർപ്പറേറ്റുകളൊക്കെ തന്നെയും വലിയ തോതിൽ ലാഭം കൊണ്ടുപോവുകയും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയും അധികം ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വിപണിയിലും അതോടൊപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും വളരെ അധികം ഗുരുതരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാൻ BJP സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും BJP ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാരുകളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷമമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കോടിക്കണക്കിന് ആളുകൾ വിവിധ മേഖലകളിൽ പട്ടിണി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിരവധി ഗുണനിലവാര സൂചികളൊക്കെ തന്നെയും ഇന്ത്യ പിന്നോട്ട് പോകുമ്പോഴും ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മനു, ശരി, ഏതായാലും ശതകോടീശ്വരന്മാർ ഇങ്ങനെ വളരട്ടെ. മറുഭാഗത്ത് പാവപ്പെട്ട മനുഷ്യർ ഇപ്പോഴും അന്നത്തിന് വഴി തേടി നടക്കുകയാണ്. ഒരു നേരത്തെ അന്നത്തിന് മര്യാദയ്ക്ക് നുണ്ണാൻ, മര്യാദയ്ക്ക് ഒരു നല്ല വീട്ടിൽ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ കൊതിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള നാട്ടിലാണ് ശതകോടീശ്വരന്മാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ നാടിൻ്റെ പോക്കിത് എങ്ങോട്ടാണ് എന്ന് നമ്മൾ ആശങ്കയോടെ കണ്ടു നിൽക്കേണ്ടി വരും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ കേരളത്തിൽ നമ്മൾ നടപ്പാക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. അതിദരിദ്രരെ കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വലിയ പദ്ധതി. നമ്മൾ അവരെ കണ്ടെത്തി 64,008 കുടുംബങ്ങളാണ് അതിദരിദ്ര പട്ടികയിലുള്ളത്. അവരുടെ എല്ലാ കാര്യങ്ങളും സർക്കാർ ഏറ്റെടുക്കുകയാണ്. അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന നേട്ടത്തിലേക്ക് നടന്നു പോകുന്ന ഒരു സംസ്ഥാനവും ഈ രാജ്യത്തുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അതാണ് രണ്ട് സർക്കാരിൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. ഒരു വശത്ത് കോർപ്പറേറ്റുകളെ ഇങ്ങനെ പുൽകുമ്പോൾ മറുവശത്ത് സാധാരണ മനുഷ്യരുടെ കൈപിടിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു ഭരണ സംവിധാനം. ഈ രണ്ട് സർക്കാർ സംവിധാനങ്ങളെ നമുക്ക് അങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയും ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ എന്നുകൂടി പറയേണ്ടി വരുന്നു.